നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഖിലേന്ത്യാ തലത്തിൽ ഡോക്ടർ അംബേദ്കറെ പോലെ നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂറിൽ മഹാത്മയ്യങ്കാളിയാണ് അധസ്ഥിതരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടി അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ പൊതുവിദ്യാലയങ്ങളിൽ പോലും അവർക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവസരം നിഷേധിച്ചിട്ട് അതിനെതിരായി ശക്തമായ നിലപാടെടുക്കുകയും പഞ്ചമി എന്ന കുട്ടിയെ സർക്കാർ വിദ്യാലയത്തിൽ ചേർന്നു. ഈ കുട്ടി ഇവിടെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇനി നാളെ നിങ്ങളുടെ പാഠങ്ങളിൽ കൊയ്യാൻ എൻ്റെ സമുദായത്തിൽ ആരും വരില്ല എന്ന് നട്ടലിനോടുകൂടെ പറയാം. അങ്ങനെ ഫാസിസത്തിനെതിരെ ശക്തമായി പോരാടാനും മഹാനായി അയ്യങ്കാളിക്ക് സാധിച്ചു. അങ്ങനെയുള്ള മഹാന്മാരുടെ ജന്മം കൊണ്ട് പുണ്യം നേടിയതാണ് കേരളത്തിൽ ഏറ്റവും ഇന്ത്യയിലെ പുരോഗമന സംസ്ഥാനമായി കേരളം മാറാനിടയാക്കിയത് എന്നുള്ളത് കൂടെ ഇവിടെ സ്മരിക്കാതിരിക്കാൻ നോക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നടക്കുന്ന വള്ളംകളി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കേരളം ഓണക്കാലത്ത് വള്ളംകളിയുടെ ഒരു ഉത്സവം കൂടി, ഓണത്തിൻ്റെ ഉത്സവത്തോടൊപ്പം തന്നെ വള്ളംകളിയും കേരളത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ആലപ്പുഴ വള്ളംകളിയും ആറന്മുള വള്ളംകളിയും പായിപ്പാട്ട് വള്ളംകളിയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ജലോത്സവത്തിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ, അധ്യക്ഷനായിട്ട് MLA സൂചിപ്പിച്ച പോലെ ഇതിനെ സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് വകയിരുത്തുന്ന കാര്യത്തിലൊക്കെ നടപടികൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിലെ വള്ളംകളി എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ, കേരളത്തിന് പുറത്തുള്ള ടൂറിസ്റ്റുകളെ പ്രത്യേകിച്ച് വിദേശികളെ പോലും ആകർഷിക്കുന്ന ഒരു ജലോത്സവമാണ് കേരളത്തിലെ ഈ ഉത്സവകാലം ഓണക്കാലം എന്ന് പറയുന്നത്. ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ മാറ്റുകൂട്ടുന്നതാണ് കേരളത്തിൽ ജലോത്സവം. സത്യം പറഞ്ഞാൽ ഈ ഓണത്തിന് മഴ ഒരു വില്ലനായി വന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഓണം ആഘോഷിക്കാൻ തിരുവള്ള ഇറങ്ങിയത് നമുക്ക് വളരെയധികം ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ്. സർക്കാരിൻ്റെ ഓണാഘോഷ വേളയിലൊക്കെ നല്ല രീതിയിൽ